പത്തനംതിട്ടയിലെ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണത്തിൽ പുതിയ പരാതി. അമ്മുവിന്റെ കുടുംബമാണ് പോലീസിൽ പുതിയ പരാതി നൽകിയിരിക്കുന്നത്. ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജിലെ സൈക്കാട്രി വിഭാഗം അധ്യാപകൻ സജിക്കെതിരെ പരാതിയിൽ പരാമർശമുണ്ട്. ലോഗ് ബുക്ക് കാണാതായെന്ന് പറഞ്ഞ് അമ്മുവിനെ ഈ സജി എന്ന അധ്യാപകനും സഹപാഠികളായ 3 പെൺകുട്ടികളും ചേർന്ന് 2 മണിക്കൂറോളം കുറ്റവിചാരണ നടത്തി. അതിനുശേഷമാണ് അമ്മു ആത്മഹത്യ ചെയ്തതെന്ന് കുടുംബത്തിന്റെ പരാതിയിൽ പറയുന്നുണ്ട്. വിശദാംശങ്ങളുമായി ശശിനാരായണൻ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. ശശിനാരായണൻ, ഇതിനു മുൻപ് ഈ അധ്യാപകൻ സജിക്കെതിരെ ഈ കുടുംബത്തിന് ആക്ഷേപം ഉണ്ടായിരുന്നു, പരാതി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇവർ ഈ അധ്യാപകനെതിരെ പരാതിയുമായി പോലീസിനെ സമീപിച്ചിരിക്കുന്നത്? ടോം, ഈ അധ്യാപകനെതിരെ ഇന്നാണ് കുടുംബം പരാതി നൽകിയത്. ഇതിന്റെ ഇടയ്ക്കെല്ലാം പത്തനംതിട്ടയിൽ അമ്മു സജീവിന്റെ അച്ഛൻ സജീവൻ പത്തനംതിട്ടയിൽ വന്ന് പോലീസിന് മൊഴി നൽകുകയൊക്കെ ചെയ്തു. പക്ഷെ ഇന്നാണ് പുതിയൊരു പരാതി ഈ കോളേജിലെ ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജിലെ സൈക്കാട്രി വിഭാഗം അധ്യാപകനായ സജിക്കെതിരെ ഒരു പുതിയ പരാതി നൽകിയിട്ടുള്ളത്. പരാതിയിൽ പ്രധാനമായും പറയുന്നത് ഈ ലോഗ് ബുക്ക് കാണാതായതുമായി ബന്ധപ്പെട്ട് ഈ അമ്മുവിനെ വിളിച്ചു വരുത്തുകയും അമ്മുവിനെ ഒപ്പം പ്രതികളായ 3 വിദ്യാർത്ഥികളെ വിളിച്ചു വരുത്തിയ ശേഷം അവരുടെ മധ്യത്തിൽ വെച്ച് അമ്മുവിനെ കുറ്റവിചാരണ നടത്തി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ലോഗ് ബുക്ക് കണ്ടെത്തുന്നതിന്റെ ഉത്തരവാദിത്വം അമ്മുവിനാണ് എന്ന് പറഞ്ഞ് മാനസികമായി പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കൗൺസിലിംഗ് അല്ല, മറിച്ച് കുറ്റവിചാരണ നടത്തി എന്നുള്ളതാണ് ഇതിന് എടുത്തു പറയേണ്ട കാര്യം. അതിന്റെ ഒരു മാനസിക വേദനയും പീഡനവുമാണ് അമ്മ മരിക്കാനുണ്ടായ കാരണമെന്നാണ് പിതാവ് സജീവൻ ഇപ്പോൾ പോലീസ് തെളിയിക്കുന്ന പരാതിയിലുള്ളത്. അത് ഈ കുറ്റവിചാരണ നടത്തി പ്രതികളായ 3 വിദ്യാർത്ഥികളുടെ സാന്നിധ്യത്തിൽ വെച്ച് ഈ സജി എന്ന് പറയുന്ന അധ്യാപകൻ അമ്മുവിനെ ഇത്തരത്തിൽ മാനസികമായി പീഡിപ്പിച്ചു എന്നുള്ള കാരണം കൂടി ചൂണ്ടിക്കാണിക്കുന്നു. അതിനുശേഷമാണ് അമ്മു അന്ന് ഹോസ്റ്റലിൽ തിരികെ എത്തുകയും അന്ന് വൈകിട്ട് വീണ് മരിക്കുകയുമായിരുന്നു എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ പ്രതി ചേർക്കണമെന്നൊരു ആവശ്യം കൂടി കുടുംബം മുന്നോട്ട് വെച്ചിരിക്കുന്നു. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വ്യക്തിക്കെതിരെയുള്ള പുതിയ പരാതി ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം. എന്തായാലും ഈ അമ്മു സജീവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കോളേജ് അധികൃതർക്കും പങ്കുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അവിടെ കൗൺസിലിംഗ് അല്ല നടത്തിയത്, മറിച്ച് അത് നേരത്തെ തന്നെ അത്തരം ആരോപണങ്ങൾ പുറത്തു വന്നതാണല്ലോ ശശിനാരായണൻ. കാരണം ഈ 3 പെൺകുട്ടികളും അമ്മു സജീവനെ മാനസികമായി ചൂഷണം ചെയ്തിരുന്നു. പിന്നീട് അവർ പ്രതി ചേർക്കപ്പെട്ടു, അറസ്റ്റിലായി. ഇവിടെ ഈ പെൺകുട്ടികളെ ആരോപണ വിധേയരായ അല്ലെങ്കിൽ കേസിൽ പ്രതികളായിട്ടുള്ള പെൺകുട്ടികളെ കോളേജിലെ അധ്യാപകരും കോളേജ് അധികൃതരും സംരക്ഷിച്ചു എന്ന ആരോപണം കുടുംബം നേരത്തെ മുതൽ തന്നെ ഉന്നയിച്ചതാണ്. ഇപ്പോൾ ഈ പുതിയ ആരോപണത്തിൽ, പുതിയ പരാതിയിൽ എത്താം. ഇപ്പോൾ ആ അമ്മു സജീവിന്റെ അച്ഛന്റെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. അതിലേക്ക് നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അന്ന് ഈ 15-ാം തീയതി ഇവിടെ സജി എന്നും പറഞ്ഞിട്ടൊരു സൈക്കാട്രിയുടെ സാറുണ്ട്. അദ്ദേഹം ഇവിടെ 2 മണി തൊട്ട് 4 മണി വരെ ഒരു റൂമില്, ഞങ്ങൾ ഇന്നറിഞ്ഞു വരുന്നതായിരുന്നു, റൂമില് വിളിച്ച് നിർത്തിയിട്ട് ഈ മറ്റേ പ്രതികളായ 3 കുട്ടികളെ ഓപ്പോസിറ്റ് സൈഡിൽ നിർത്തിയിട്ട് ഇവിടെ ഈ ഒരു സൈഡിൽ നിർത്തി ഓരോ കുട്ടികളെയും വിളിച്ച് ഒരു കൗൺസിലിംഗ് അല്ലായിരുന്നു, ഒരു കുറ്റവിചാരണ പോലായിരുന്നു അവളെ ചെയ്തത്. അങ്ങനെ അത് ഇന്നാണ് ഞങ്ങൾ ഈ ഡീറ്റെയിൽസ് അറിയുന്നത്. എന്നിട്ട് ഇയാള് ഒരു അമ്മു നിരപരാധിത്വം തെളിയിക്കണമെന്നും പറഞ്ഞിട്ട് ഇയാള് പറഞ്ഞു. അതിൽ നല്ല മനോവിഷമം ഉണ്ടാവും. ഓക്കെ, അന്ന് തന്നെ വൈകിട്ടാണ് സംഭവിച്ചത്. 4 തൊട്ട് 6 വരെ അവളെ റൂമിൽ നിർത്തുകയും അവളെ നിരപരാധിത്വം തെളിയിക്കണമെന്ന് പറഞ്ഞ് സജി എന്ന് പറയുന്ന സാറാണ്. പിന്നെ പ്രിൻസിപ്പൾ ആണെങ്കിൽ പല സമയത്ത് പലതാണ് പറയുന്നത്. പോലീസ് അന്വേഷണം വളരെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. ഞങ്ങൾ അതിൽ പൂർണ്ണ തൃപ്തരാണ്. സാറേ, എന്തോ സജിയെ പ്രതിയാക്കണം. കാരണം സജി എന്ന് പറയുന്ന അയാളാണെന്ന് ഇത് ഇത്രയും ഇവളെ ബുദ്ധിമുട്ടിച്ചതെന്നാണ് ഇന്നറിഞ്ഞാണ് ഞങ്ങൾ. ഇന്നിവിടെ വന്നതിന് ശേഷം ഞങ്ങൾ അറിഞ്ഞാണ്. ഒരു കുട്ടിയെ എങ്ങനെ അന്നേരം അവള് ചോദിച്ചെന്ന്, സാറേ ഞാൻ എങ്ങനെ നിരപരാധിത്വം തെളിയിക്കുമെന്ന്. ലോഗ് ബുക്ക് അമ്മുവിന്റെ നിരപരാധിത്വം അമ്മു തന്നെ തെളിയിക്കുമെന്നും ഇയാള് ശക്തമായിട്ട് പറഞ്ഞു. അന്നേരം അവള് ചോദിച്ചു ഞാൻ എങ്ങനെ തെളിയിക്കും എന്ന് ചോദിച്ചു. അടിച്ചേൽപ്പിക്കുന്ന പോലെ അന്നേരം അവള് തിരിച്ചു ചോദിച്ചു എങ്ങനെ ഞാൻ എന്റെ നിരപരാധിത്വം തെളിയിക്കുമെന്നാണ് അവള് ചോദിച്ചത്. ചോദിച്ചിട്ടാണ് അവൾ ഇറങ്ങി വന്നതെന്നാണ് പറഞ്ഞത്.
ഇല്ല, ഒന്നും കഴിഞ്ഞിട്ടില്ല. അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ്. അത് അങ്ങനെ ഒരു ലോഗ് ബുക്ക് കളഞ്ഞിട്ട് പോലും ഉണ്ടാവത്തില്ല. ഇവരിത് 3 പേരും കൂടെ ക്രിയേറ്റ് ചെയ്തൊരു സംഭവമായിരുന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പത്തനംതിട്ടയിലെ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ പിതാവ് സജീവനാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പുതിയൊരു പരാതി അവർ പോലീസിൽ നൽകിയിട്ടുണ്ട്. അമ്മുവിന്റെ മരണത്തിൽ അധ്യാപകനായിട്ടുള്ള സജിക്കും ആത്മഹത്യയിൽ പങ്കുണ്ട്. നേരത്തെ 3 സഹപാഠികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ അധ്യാപകനും 3 സഹപാഠികളും ചേർന്ന് 2 മണിക്കൂറോളം അമ്മുവിനെ കുറ്റവിചാരണ നടത്തിയെന്നാണ് കുടുംബത്തിന്റെ പുതിയ പരാതി. സ്പോട്ട് ലൈവ് പൂർണ്ണമായി.